ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടൊമാറ്റോ സോസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ, അതായത് 750 ഗ്രാം നല്ല പഴുത്ത റെഡ് കളറായിട്ടുള്ള ടൊമാറ്റോസാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 4 കുരുമുളക്, പിന്നെ 1 ഇഞ്ച് നീളവും വീതിയുള്ള സവാള, ഒരു 3 വെളുത്തുള്ളി അല്ലി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര, 5 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ 1.5 കപ്പ് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ ഞെട്ട് ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ ഒന്ന് റഫായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ നമ്മളിത് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം പ്രഷർ കുക്കറും എടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസും സവാളയും വെളുത്തുള്ളിയും ചേർക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിത് പ്രഷർ കുക്കറിനകത്താണ് വേവിക്കുന്നതെങ്കിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. കാരണം ഇത് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് തണുത്ത് വരണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള സ്പൈസസും അതുപോലെ സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മളിത് തിളപ്പിച്ച സമയത്ത് ഇതിൻ്റെ എല്ലാം സ്മെല്ലൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് വന്നാൽ മതി. ഇതിന് പകരം ഇപ്പോൾ നമുക്ക് സവാളയും വെളുത്തുള്ളിയും ചേർത്തതിന് പകരം ഓണിയൻ പൗഡറും അതുപോലെ തന്നെ ഗാർലിക് പൗഡറും ഉണ്ട്, അത് ചേർത്താലും മതി. അത് കയ്യിലുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഹാൻഡ് ബ്ലെൻഡർ ഉള്ളവരാണെങ്കിൽ ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. മിക്സിയിൽ ചെയ്യുമ്പോഴാണ് ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ചൂടോടെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. മിക്സി ആകുമ്പോൾ ഒന്ന് തണുത്തതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ തെറിച്ച് അലങ്കോലാവും. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് അരഞ്ഞ് വരണം. ഇനി നമുക്ക് ഈ അരച്ചെടുത്തത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്തുള്ള ആ സീഡ്സും അതിൻ്റെ ആ പുറന്തോടും ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഒരു സ്പൂണ് വെച്ചൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീഡൊന്നും കളയാതെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിലുള്ള ആ സീഡ്സും പിന്നെ അതുപോലെ തക്കാളിയുടെ പുറന്തോടും എല്ലാം ഒന്ന് റിമൂവായിട്ട് ആ പേസ്റ്റ് നമുക്ക് അതിൻ്റെ ഫ്ലഷിൻ്റെ പേസ്റ്റ് മാത്രമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് 1 കപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം നമ്മുടെ മിക്സിയിലൊക്കെ കുറച്ച് ഇതിൻ്റെ ചാറൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ കുറുക്കിയെടുക്കാൻ ഒരുപാട് സമയം നമുക്ക് അടുപ്പത്ത് ഇത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ കഴിവതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2 കപ്പ് വെള്ളം വരെയൊക്കെ ചേർക്കാം. കഴിവതും കുറച്ച് വെള്ളത്തിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും. നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഞാൻ മെഷർമെൻറ്റ് കപ്പും മെഷർമെൻറ്റ് സ്പൂണും ഉപയോഗിച്ചിട്ടുള്ള അളവാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ആ ടേബിൾ സ്പൂണിന് 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്.
ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, കാശ്മീരി ഒന്നുമല്ല, സാധാരണ മുളക് പൊടി തന്നെയാണ്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി 5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായി ആ സോസിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് കുറുകി വരണം. ഏകദേശം ഇപ്പോൾ നമ്മളടുത്തുള്ള ഇതിൻ്റെ ഒരു 1/3 ആയിട്ട് ചുരുങ്ങി വരണം. ഇതിപ്പോൾ ഏകദേശമൊക്കെ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല കൊഴുത്തൊരു ചാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പരുവത്തിലായിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരല്പം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത് വെള്ളവും ചാറുമായിട്ട് അങ്ങനെ വരുന്നുണ്ടോ അതല്ല ഒന്നാകെയാണോ വരുന്നതെന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്നാകെ തന്നെ താഴേക്ക് വരികയാണ്. അപ്പോൾ ഇതിന് പകരം അതിൻ്റെ ആ ചാറ് അവിടെ നിന്നിട്ട് വെള്ളം മാത്രമാണ് വരുന്നതെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കാണിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.